ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷനാണ്. അതായത് ഏത് സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് സ്യൂട്ടാവുക. കാരണം നിങ്ങൾക്കാണല്ലോ അറിയാത്തത് ഇപ്പോൾ എന്താണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും എന്ന് ഏതൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജീസ് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരിക്കലും ജനറൽ റീഡിങ്സ് കേട്ട് എടുക്കാതിരിക്കുക. കാരണം നമുക്കിവിടെ വരുന്ന ആ ഒരു എനർജീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ ഒരു എനർജീസാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണെങ്കിൽ കുറച്ച് കാര്യം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പേഴ്സണൽ ഗൈഡൻസ് ആരിൽ നിന്നെങ്കിലും എടുത്ത ശേഷം മാത്രം ചെയ്യുക. ഒരിക്കലും ജനറൽ റീഡിങ്സ് കേട്ട് ചെയ്യാതിരിക്കുക. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ടെങ്കിലും പലരും എന്നോട് പേഴ്സണലി വാട്സപ്പിൽ വന്നിട്ട് ഇതെൻ്റെ റീഡിംഗ് ആണ്, ഞാൻ ഇതുപോലെ തീരുമാനം എടുക്കട്ടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. വീഡിയോയുടെ ലിങ്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് അയച്ചിട്ട്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നതാണ്. ഇനി നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതായി തോന്നിയില്ല നിങ്ങളുടെ ലൈഫിൽ ഇവിടെ വരുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് വിട്ടുകളഞ്ഞേക്കുക. ഒരിക്കലും എടുത്ത് നിങ്ങളത് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവരെടുത്ത ഒരു തീരുമാനം തെറ്റായിപ്പോയി എന്നാണ് നമുക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ ഫലം അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രകടമായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നമ്മൾ പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവർ സന്തോഷത്തോടെ അല്ല ഇരിക്കുന്നത് എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം നല്ല രീതിയിലാണ് സൊസൈറ്റിയുടെ മുമ്പിൽ ഈ ഒരു പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം അവർ ഹാപ്പിനെസ് ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇവരെടുത്ത ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാവാം. കുറച്ച് പേരുടെ കേസിലെങ്കിലും ഈ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് എടുത്തൊരു ഡിസിഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ അതിനേക്കാൾ ബെറ്റർ ഇതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ളത് അവിടെയാണ് എന്ന് കരുതിയെടുത്തതാണ് കുറച്ച് ശതമാനം. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു പ്രഷറിൽ അങ്ങോട്ട് പോയതായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് വിലയും നിലയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവർ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കീഴിൽ ഒരുപാട് പേര് ജോലി എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ ഏതൊക്കെയോ രീതിയിൽ ഇവർ പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ 4 പേര് അറിയപ്പെടുന്ന, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പൊതുസമൂഹമായിട്ട് നല്ല റിലേഷൻഷിപ്പുള്ള, അതുപോലെ തന്നെ ആൾക്കാർ കുറച്ച് ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്, ഇവർ ഹൈലി അംബീഷ്യസ് ആണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് എത്തി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന, അത്രത്തോളം ഒരു നമ്മൾ എന്താ പറയുക, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അവരെടുത്ത ആ ഒരു നിർണായകമായ തീരുമാനം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസിഷൻ പാളിപ്പോയി. അതിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ സെപ്പറേഷനിലായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിലും അല്ല അധികം നാളുകളായിട്ടില്ലെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവരത്രയും സ്റ്റബേണായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത്, ഈഗോയൊക്കെ ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ആ ഒരു ബോൾഡായിട്ടുള്ള നേച്ചറുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് പെട്ടെന്ന് കീഴടങ്ങി തരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തോൽവി സമ്മതിച്ച് തരിക, ഇതൊന്നും ഇവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷനോ
അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നത് സോഷ്യൽ മീഡിയാസിലൂടെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ അവർ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ എന്തെങ്കിലും പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഫേക്ക് ആയിട്ടുള്ള രീതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരെവിടെയാണ് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒട്ടും സംതൃപ്തമായിട്ട് ജീവിക്കുന്ന ഒരു മനസ്സിലല്ല. പുറമേ അവർ കാണിക്കുന്നുണ്ട്, കാരണം അവർക്ക് അങ്ങനെ കാണിച്ചേ പറ്റൂ. അവരുടെ ഒരു ചോയ്സ് തെറ്റായിപ്പോയി എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല. പക്ഷേ അവരത്രത്തോളം ഒരു മാനസികമായിട്ടുള്ള മെൻ്റലി അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനാണ് കൂടുതലും സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം മാനസികമായിട്ട് അത്രയും അകന്നു പോയി, തീർത്തും രണ്ട് വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും പരിചയമില്ലാത്ത രണ്ട് അപരിചിതരെ പോലെ നിങ്ങളായി കാണും. കാരണം അത്രത്തോളം ഒരു ഡിസ്റ്റൻസ് ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ആ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഫ്രീഡം ഇല്ല. അതാണ് ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അവർ ചിലപ്പോൾ ഒരുപാട്, ഞാൻ പറഞ്ഞിരുന്നു, സമൂഹത്തിൽ ഒരുപാട് പൊസിഷനുള്ള വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കീഴ്ജീവനക്കാരുള്ള വ്യക്തികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇവർ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണമെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ അയാളുടെ അനുവാദം എല്ലാം ഇവർക്ക് വേണം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ അത് ആ ഒരു ഡിസിഷൻ നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ആ ഒരു ഫോർഗീവ്നെസ് ആണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എല്ലാം ഉണ്ടായിട്ടുള്ള വ്യക്തിയായിരിക്കാം. അവർക്ക് ഫിനാൻഷ്യലി ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഏതൊക്കെയോ രീതികളിൽ മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അവരുടെ ആ ഒരു ഉയർച്ചയ്ക്ക് അവർ മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു ആളുടെയും സപ്പോർട്ട് വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി എന്നൊക്കെ ചിലപ്പോൾ ഉള്ള ആ ഒരു അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടും അതുപോലെയുള്ള ആ ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെസൺ എന്ന് പറയുന്നത് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിലയാണ്. അതായത് എന്താണ് ലൈഫിൽ ഫ്രീഡത്തിനുള്ള സ്ഥാനം. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും നമ്മൾ മറ്റൊരാളെ ഭയന്ന് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിൽ കൂടുതൽ ഏറ്റവും വലിയൊരു വേദനയാണ് നമ്മൾ മറ്റൊരാളെ പേടിച്ച് കഴിയുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടേതായ ആവശ്യങ്ങൾ, നമ്മളുടെ ഒരു ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് വേറെ ആൾ എന്ത് പറയുന്നോ അത് കേട്ട് തല കുനിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും പോയി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെസൺ എന്ന് പറയുന്നത് എന്തിനേക്കാളും പ്രാധാന്യം സ്വാതന്ത്ര്യത്തിനുണ്ട്. അല്ലെങ്കിൽ ലൈഫിൽ പണമോ പദവികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും കാര്യമില്ല, തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഡം തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ളത് അവർ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് ആ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ആകെ കുറ്റബോധം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് തരുമോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനമില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലുള്ള മറ്റു മേഖലകളല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചില പുതിയ പുതിയ കാര്യങ്ങൾ, ഐഡിയാസൊക്കെ ഇവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് മുന്നേറാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിലെല്ലാം ഈ ഒരു പേഴ്സൺ ഓക്കെയാണ്. പക്ഷേ ഇവരുടെ ആ ഒരു ഇന്നർ ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വിഷമം മാത്രമാണ് ഇവരെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യിക്കുന്നത്. ബാക്കി ഇപ്പോൾ അവരുടെ ഏത് ആംഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ അഡമൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുന്നത്, പിടിവാശിയുള്ള, മറ്റാർക്കും വിട്ടു കൊടുക്കില്ല, അല്ലെങ്കിൽ എൻ്റെ കൺട്രോളിൽ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അല്ലെങ്കിൽ വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു പേഴ്സണ് ഊരിപ്പോരാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ, ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ്. ഇവർക്ക് അവിടെ ചില ക്ലാഷസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇവർക്ക് ഇപ്പോഴും അനുസരിച്ച് തന്നെ പോകേണ്ടതായിട്ട്
ഇരിക്കുന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു മോചനം നേടാനോ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡൻ കേജിനകത്ത് പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ്. അതിനകത്ത് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. സ്വർണ്ണക്കൂടിനകത്താണ് കഴിയുന്നത്. എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്, സമയസമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, പലവിധ സുഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം മാത്രമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു അവസ്ഥ. ഇവർക്ക് എല്ലാം ഉണ്ട്, ഒരു അബണ്ടൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, അവർക്ക് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പുതിയ പ്ലാനിങ്സ് ഒക്കെ നടപ്പിലാകുന്നുണ്ട് അവരുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും. പക്ഷേ എന്തിനും ഏതിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അനുവാദം കിട്ടിയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തം ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ഓർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി, അവരെടുത്ത ആ ഒരു ഡിസിഷൻ ശരിയായിരുന്നില്ല, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇനിയിപ്പോൾ കാലം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ലല്ലോ, പോയത് പോയി എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. അപ്പോൾ അവർക്ക് പലപ്പോഴും ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു 4-5 പെട്ടികൾ ഇരുന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് എടുക്കുന്നു. പക്ഷേ എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ എടുത്തത് പൊട്ടയായിരുന്നു, അതിനകത്ത് ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു, മറ്റതായിരുന്നു നല്ലതെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി ആ ഒരു സമയവും എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ ടൈമിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ഇവർ വിഷമിക്കുന്നുണ്ട്. ഇവർ ചൂസ് ചെയ്ത തെറ്റായിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പേരെങ്കിലും പ്രഷറിൽ പോയതാണ്, പക്ഷേ എങ്കിൽ പോലും അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും പ്രഷർ വന്നെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് പോവേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഇവരെ ഭരിക്കാൻ ചെല്ലുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം. അങ്ങനെയൊക്കെ പലതും നിങ്ങളുമായിട്ട് ഇവർ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു പേഴ്സണാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവരുടെ ഒരു കൺട്രോളിലായിരിക്കുന്നത്. ചിലപ്പോൾ ഇവരൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടണമെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ അനുവാദം ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോഴാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ വരുമ്പോഴാണ് മറ്റൊരാളുടെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരിവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും ഇവർ ഓടി ഇന്നോ നാളെയോ വരാൻ പോകുന്നില്ല. കാരണം ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് പണി കിട്ടുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു ഹോപ്പ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് വന്നതും ആ ഒരു ചേഞ്ചിൻ്റെ കാർഡ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും. പക്ഷേ ഇതൊരു ഭയങ്കരമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു മാറ്റമല്ല ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വരിക. കുറച്ച് സ്ലോലി മൂവിങ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. കുറച്ച് സമയമെടുക്കും. ആ ഒരു രീതിയിൽ മാത്രമേ ഇവരുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധനത്തിൽ നിന്ന് ഇവർ ഇറങ്ങണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ ഇവർ അറിയാനുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് കുറച്ചും കൂടി സത്യങ്ങൾ ഇവർ മനസ്സിലാക്കാനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെസൺസ് ഇവർ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതിനൊക്കെ ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ആ നിങ്ങളുമായിട്ട് ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം ആവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ 3-4 വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവാം, ഇല്ല അതൊക്കെ ഞാൻ വിട്ടു, ഇനി എനിക്ക് അതിലൊന്നും ഞാൻ നോക്കുന്നില്ല, എൻ്റെ വഴിയെ ഞാൻ പോയി തുടങ്ങി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ പറയില്ലേ ആ ഒരു പ്രതീക്ഷയുടെ ചെറുതിരുന്നാളം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിൽ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സണ് ഞാനുമായിട്ടുള്ള റീയൂണിയൻ സംഭവിക്കും. അങ്ങനെ ഞങ്ങൾ ഇനിയും അപരിചിതരെ പോലെ കഴിഞ്ഞ് തന്നെ പോവേണ്ടവരല്ല. എപ്പോഴെങ്കിലും ആ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെ നിങ്ങളും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ്സ് കിട്ടുന്നുണ്ട്. ഏതോ രീതിയിൽ അവർക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ അവരിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഗൈഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യത്തിൻ്റേതാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു ബ്ലെസ്സിങ് ഇവരുടെ ആ ഒരു ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ നോവിച്ചത് ശരിയായില്ല,
അല്ലെങ്കിൽ നിങ്ങളായിരുന്നു സത്യം എന്നുള്ളതൊക്കെ ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബ്ലെസ്സിങ് ഇവർക്ക് വന്നതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് എല്ലാം ഉണ്ട്, പക്ഷേ സ്വാതന്ത്ര്യമില്ല. ആ ഒരു തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉടനെ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി വളരെ സ്ലോ പ്രോസസ്സാണ്. പക്ഷേ എങ്കിലും ഇവർ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ അനിവാര്യമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർത്തും താൽക്കാലികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക റീകൺസിലിയേഷൻ പോസിബിൾ തന്നെയാണ്. ഇവിടെ ആ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ച് കാർഡും അതുപോലെ തന്നെ അതിന് മുൻപ് വരുന്ന ആ ഒരു പവർ കാർഡും എല്ലാം പറയുന്നത് പോലെ തന്നെ ഇവരിലേക്ക് സ്ലോലി ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പോരാനുള്ള ഒരു പവർ, അല്ലെങ്കിൽ അവരെന്താണോ അവിടെ തളച്ചിട്ടിരിക്കുന്നത്, അത് പല കാര്യങ്ങളുമാവാം, അതിപ്പോൾ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏത് കാര്യത്തിൻ്റെ പേരിലാണ് അവർ തേർഡ് പാർട്ടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അത് പൊട്ടിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അവരെ എന്താ പറയുക എതിർക്കാനുള്ളൊരു ശക്തി കിട്ടിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു പേഴ്സണ് വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനായിട്ട് എടുക്കുന്ന ആ ഒരു സമയം നിങ്ങളുടെ ഒരു ട്രൂ ലവ് ആ ഒരു രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിസൾട്ടും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അത്രയും ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇൻഡ്യൂഷൻ നിങ്ങളിൽ കൊണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ പോകാനായിട്ട് കഴിയും. ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നൊരു സമയത്താണ് നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത്, ഒരു വെപ്രാളം വരുന്നത്, ഇയാൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ, ഞങ്ങൾ തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞോ, ഇനിയൊരു റീയൂണിയൻ ഉണ്ടാവില്ലേ, ഈ ചിന്തകളൊക്കെ വരുന്നത് നമുക്ക് ആ ഒരു ഡൗട്ട് വരുമ്പോഴാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നോർമലി എങ്ങനെയാണോ നമുക്ക് അതുപോലെ തന്നെ പോകാൻ സാധിക്കും. അവർ വന്നോളും. ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ അവർ ടൂർ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ തീർത്തും ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കുന്നു, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ അവർ വരും എന്നുള്ള ഇതിൽ നിങ്ങളിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഇപ്പുറത്തിരിക്കുന്ന നമ്മളുടെ ഒരു പാർട്ട്ണർ നമ്മളിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മളിലേക്കുള്ള അട്രാക്ഷൻ നമ്മളിവിടെ നമ്മളുടെ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സോളിന് അവിടെ ഒരു എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് തിരിയുക. എപ്പോഴും നിങ്ങൾ അവരെ തന്നെ ഇങ്ങനെ ഓർത്ത് കണ്ണുമിഴിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ കുറച്ചവർ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ തിരിഞ്ഞ് നോക്കണമെങ്കിൽ നിങ്ങളവിടെ ഇല്ല എന്നുള്ളത് അവർക്ക് തോന്നണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതെല്ലാം ഞാൻ പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഫിസിക്കലി അല്ല മെൻ്റലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ഇവർ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇവരുടെ ലൈഫിൽ. അത് ഇവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെ വേണം ആ ഒരു ട്രെയിനിങ് കിട്ടാൻ. അപ്പോൾ അതിന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. തേർഡ് പാർട്ടിയുടെ കൂടെ നിന്ന് അവർ പഠിക്കേണ്ടുന്ന ലെസൺസ് അവിടെ നിന്ന് തന്നെ വേണം പഠിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വേണം അതെല്ലാം സഫർ ചെയ്ത് അവർ മനസ്സിലാക്കാൻ. അപ്പോൾ അതെല്ലാം അവർ അവിടെ നിന്ന് പഠിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോവുക. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് വേണ്ട അവരവരുടെ വഴിക്ക് പോയില്ല, ഞാൻ മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സെൽഫ് ഫോക്കസ് നിങ്ങൾ മറക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ വീണ്ടും കാണാം.